നമ്മൾ മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് സ്വർണം. കഴിഞ്ഞ ഇയറിൽ മാത്രം 40% ഗ്രോത്തും ഗോൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ഗോൾഡ് വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. ബട്ട് ശരിക്കും ഗോൾഡ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഞാനൊരു സിമ്പിൾ അനാലിസിസ് കാണിക്കാം. ഗോൾഡിൻ്റെ കഴിഞ്ഞ 20 വർഷം കൊണ്ടുള്ള പ്രൈസ് ഡേറ്റയാണിത്. ഒരാൾ 2012 ഒരു 10 പവൻ ഗോൾഡ് വാങ്ങിയെന്നിരിക്കട്ടെ. 2019 അത് വിൽക്കുകയാണെങ്കിൽ അയാൾക്കൊരു ലാഭവും ലഭിക്കില്ല. കാരണം ഗോൾഡിൻ്റെ റേറ്റ് ആ ഒരു 7 വർഷം ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല. ഇനി 2015 അയാൾ വിൽക്കുകയായിരുന്നെങ്കിൽ നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് 1989 തൊട്ട് 1999 വരെയുള്ള 10 വർഷക്കാലം. ആ സമയത്തും വില കൂടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 പവൻ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങി വെച്ചിട്ട് 7 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഒരു റിട്ടേണും തരുന്നില്ലെങ്കിലുള്ള അവസ്ഥ. അതുപോലാണ് ഓരോ ഇയറിലും ഗോൾഡ് ടെമ്പററി ആയിട്ട് ഒരു 10% ഒക്കെ ഇടിവും ഉണ്ടാകാറുണ്ട്. സോ ഗോൾഡ് ഒരു മോശം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നല്ല പറയുന്നത്. എന്നാൽ ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഗോൾഡിനൊപ്പം തന്നെ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാകും എപ്പോഴും നല്ലത്. ഗോൾഡ് ഒറ്റ തവണ വാങ്ങുന്നതിലും പല തവണകളായി വാങ്ങുന്നതാണ് നല്ലത്. ഒരു SIP ചെയ്യുന്ന പോലെ. ഫോളോ ഫോർ മോർ ഇൻസൈറ്റ്സ്.